ഹായ്, ഇന്ന് നമ്മൾ ഇന്ത്യയുടെ സ്വന്തമായ ഇന്ത്യയുടെ ആദ്യ AI അസിസ്റ്റന്റ് എന്ന് അവകാശപ്പെടുന്ന കൃതി എന്ന പേരുള്ള ആപ്പിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാം, കൃതി എന്ന് സെർച്ച് ആക്കാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതാണ് കൃതി. ഇവിടെ തുറന്നു വരുന്ന ഓപ്പൺ പേജിൽ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്പ് ഉപയോഗിക്കാമെന്ന് ആദ്യം നോക്കാം. മുകൾ ഭാഗത്ത് വലത് സൈഡിൽ സ്കിപ്പ് എന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് അടിച്ച് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. ഇത് നമുക്ക് എന്താക്കാം, സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ വരുന്നത് ആപ്പിൻ്റെ നോട്ടിഫിക്കേഷനും ആപ്പിന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ അത് കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ അത് ചെയ്യുന്നില്ല, ഡോണ്ട് അലോ ആണ്, അലോ ചെയ്യുന്നില്ല. തുടർന്ന് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നുണ്ട്. 11 ഇന്ത്യയിലെ 11ഓളം ഭാഷയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. നമുക്ക് നമ്മുടെ മലയാള ഭാഷ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അതിനോട് മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ പോവാണ് കേട്ടോ. എന്താണ് മറുപടി വരുന്നത് നോക്കാലോ. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ചാറ്റ് അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിന് റീപ്ലൈ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? നിങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കും. ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഇത് നമ്മുടെ ChatGPT AI പോലെ തന്നെ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ജെമിനി പോലെയുള്ള ഒരു ആപ്പാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിലില്ലാത്ത ചില പ്രത്യേകതകൾ കമ്പനി അവകാശപ്പെടുന്നത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനും നമ്മൾ കൊടുക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും ഈ ആപ്പിന് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതേപോലെ ചില പുറമേയുള്ള ചില കാര്യങ്ങൾ, അതായത് ഫുഡ് ഓർഡർ ചെയ്യുക, ബിൽ പേയ്മെന്റ് ചെയ്യുക, അതുപോലുള്ള ക്യാബ് ബുക്ക് ചെയ്യുക, അതുപോലുള്ള എക്സ്ട്രാ തിങ്സ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ആപ്പ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. എന്തായാലും അതിലൊക്കെ നമ്മൾ പോകാം. അത് ചാറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം. എന്താ കൊടുക്കാം? മൃഗങ്ങളുടെ ഒരു മീറ്റിംഗിന്റെ ചിത്രം വരച്ചു തരാൻ നമുക്ക് ആവശ്യപ്പെടാം. കാട്ടിലെ മൃഗങ്ങളുടെ മീറ്റിംഗിന്റെ ചിത്രം വരക്കാനാണ് ഇതിനോട് പറയുന്നത്. നോക്കാം എന്താണ് അതിന്റെ റീപ്ലൈ എന്നുള്ളത്. ഞാൻ സെൻഡ് ചെയ്തു, വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഓ അയ്യോ, നല്ല ഉഷാറ് ചിത്രം വന്നിട്ടുണ്ട്. ഒരുപാട് മൃഗങ്ങൾ ഒന്നിച്ച് കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെ. നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇമേജ് ക്രിയേഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി മറ്റുള്ള അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പേപ്പർ അടിക്കാം. പേപ്പർ അടിക്കുമ്പോൾ യുവർ കോൺവെർസേഷൻ വിൽ ബി ലോസ്റ്റ് വെൻ യു ലീവ്. നമ്മൾ ഇതിൽ പേപ്പർ അടിച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്ത ചാറ്റുകളൊക്കെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് പറഞ്ഞു നോക്കാം. എല്ലാം നഷ്ടപ്പെട്ടു. ഫസ്റ്റ് മുതൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഈ ചാറ്റിന്റെ ആ പ്ലേസിൽ അതിൻ്റെ അടിയിൽ പ്ലസിൻ്റെ അടുത്തൊക്കെ ഐക്കൺ കൊടുത്താണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ അൺലോക്ക് ഡീപ്പർ ഇൻസൈറ്റ്സ് വിത്ത് AI പവർഡ് റിസർച്ച്, അതായത് ഡീപ്പായിട്ടുള്ള റീപ്ലേസും റിസർച്ച് പിന്നെ ചെയ്തിട്ടുള്ള റീപ്ലേ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യണം, സൈൻ അപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഏജന്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഏജന്റിൽ 4 ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇമേജ് ഇപ്പോൾ ഈ ഒരു ആപ്പിൽ ഇമേജ് ക്രിയേറ്റർ അല്ലാത്ത മറ്റു ഓപ്ഷനുകൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, മറ്റ് ഏജന്റുകൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്താലേ ഇതിന് കഴിയുള്ളൂ, സൈൻ അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്പാണെന്നാണ് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ കൊടുക്കുന്ന ടാസ്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ചെറിയ രീതിയിൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് മനസ്സിലാക്കാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.